ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്, വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു സബ്ജക്റ്റ് കിട്ടി, അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത് ചെയ്തേ പറ്റും. അതായത് ഇന്നലെ സൂര്യയുടെ അടുത്ത സിനിമയായ റെട്രോ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടിറക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. സെക്കൻഡ് സിംഗിളെന്നാണ് കേട്ടത്. ആ ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ട ഉടനെ എനിക്ക് വന്നത് അതിൻ്റെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നിക്കൊണ്ട് മാത്രം ഞാൻ അവിടെ വന്നിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാണ്ട് വെറിത്തനം പാട്ട് വേറെ ലെവല് സന്തോഷ് നാരായണ ഒരു ഐറ്റം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ധനുഷിൻ്റെ ഒരു ജഗമേ തന്തിൻ്റെ സിനിമയിൽ അതിൽ റക്കിട്ട പിന്നെ നമ്മുടെ ജിഗർദാണ്ട XX ആ സിനിമയിൽ ആ ഒരു വാ മധുരെ അന്നക്കൂടി ആ പാട്ടൊക്കെ ഇല്ലേ, ആ ഒരു പാട്ടിൻ്റെ ഒക്കെ താണ്ട് ഒരു വൈബ് സാധനം. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ആണെങ്കിൽ വോയിസ് പ്ലസ് മ്യൂസിക് വേറെ ലെവല്. ഇവിടെ സൂര്യയുടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരിക്കും. എപ്പോഴും വന്നാലും അത് വേറെ ലെവൽ തന്നെയായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതും അമ്മാതിരി ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ്. വോയിസ്, സൂര്യയുടെ പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ റക്കിട്ട് ആയിരുന്നാലും വാ മധുര എന്നെ കൂടി അതിൽ ലോറൻസ് ധനുഷൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സൂര്യനെ മിക്സ് ആക്കി എങ്ങനെ ഇരിക്കും ആ രീതിക്ക് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു എന്നെ വൈബ് സാധനം. പൂജ ഹെഡ്ജിനാണെങ്കിൽ ആ സെയിം കോസ്റ്റ്യൂം, ആ ഒരു റക്കിട്ട് ആ ഒരു പാട്ടിൽ ആ ഒരു ഹീറോയിനെ കണ്ട ഏത് രീതിക്കാണോ ആ വൈബ് സാധനം. സന്തോഷ് നാരായണൻ്റെ ആ ഒരു ഡാൻസ് നമ്പർ, ഇതൊക്കെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ വേറെ ലെവലിൽ കയറി കൊളുത്തുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അമ്മാതിരേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈബെന്ന് വെച്ചാൽ സൂര്യയുടെ ഡാൻസ്, സിംഗിങ്, മ്യൂസിക് ഇതെല്ലാം വെച്ചാണ്ട് ഫാൻസിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സിംഗിൾ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐറ്റം ഇറക്കി വിടുന്നത് എനിക്ക് ഒട്ടും അറിയാൻ വയ്യായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഉണ്ട് ഒരു വല്ലാത്തൊരു വൈബ്രൻറ്റ് സാധനം, വേറെ ലെവൽ ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മ്യൂസിക്, വോയിസ്, സൂര്യയുടെ പ്രസൻസ്, പിന്നെ ഈ ലിറിക്സ് വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് റെഫറൻസുകൾ കാണാൻ വേണ്ടി പറ്റി. അതായത് നമ്മളെ രജനീകാന്തിൻ്റെ ഒരു ഡ്രസ് മോഡലില്ലേ, മറ്റേ പഴയ സിനിമയിലെ ഭാഷയിലൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ അതിവിടെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ വിൻറ്റേജ് സൂര്യയുടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രൊമോ അവർ ടീസർ ആദ്യം ഇറക്കിയ സമയത്തുള്ള ആ ഒരു പിക്ക് എല്ലാം കൊണ്ട് നാണ്ട് ഇപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് കൊളുത്തി വിട്ട് കണക്കായപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് സന്തോഷ് നാരായണ മ്യൂസിക്, വോയിസ്. കാർത്തിക് സുബ്രാജിൻ്റെ ഒരു സിനിമയിലെ പാട്ടുകളുടെ ഒരു ജോണർ ഇമ്മാതിരിയായിട്ടുണ്ട്. സെലിബ്രേഷൻ മൂഡിലുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാർത്തിക് സുബ്രാജ് വേറെ ലെവലാണ്. അതിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ റെട്രോയിലെ പാട്ട് എടുത്തുകൊണ്ട് കണ്ണീമ്മ എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. കണ്ണീമ്മ എന്നുള്ള പാട്ടിൻ്റെ പേര്. ആ ഒരു കാര്യങ്ങളൊക്കെ എന്നാ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തിയേറ്ററിൽ വരുമ്പോഴാണല്ലേ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റം ഇറക്കി വിട്ടേക്കുന്ന സന്തോഷ് നാരായണ. ഇത്ര ഉള്ളു പറയാൻ വേണ്ടി. പിന്നെ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് നിന്ന് കാണാൻ വേണ്ടി പോകുക. ട്രെൻഡിങ് അടിച്ചാണ്ട് ഹാഷ്ടാഗിൽ ഒന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. കണ്ടങ്ങോട്ട് സെറ്റ് ചെയ്യുക. ആ ഒരു കാര്യം വെച്ചിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് കൊളുത്തും, ഉറപ്പാണ്. അമ്മാതിരി ഒരു ഐറ്റം ഇറക്കി ഇട്ടേക്കുന്നത് സന്തോഷ് നാരായണ. പറയാതിരിക്കാൻ ഇത് പറയേണ്ട കഥയാണ്. ഇപ്പം ഇനി ചെന്നിട്ട് എനിക്കൊന്ന് ഒരു 5-6 മൂഡിൽ ഈ പാട്ടൊന്നും ഒന്നുകൂടെ കാണാനുള്ള കേൾക്കാണ്ട് അഡിക്ഷനായി പോകുന്ന രീതിയിലുള്ള സാധനം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണിയുമായി ഈ പാട്ട് കണ്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കൊല്ലം പറഞ്ഞിട്ട് സൂര്യയുടെ റെട്രോ സിനിമയിലെ കണ്ണീമ എന്ന സോങ് ഔട്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം സന്തോഷ് നാരായണ മ്യൂസിക്, ലിറിക്സ് വിവേക്, കാർത്തിക് സുബ്രാജ് ഡയറക്ഷൻ, പൂജ ഹെഡ്ജ്, സൂര്യയുടെ ഒരു പെർഫെക്റ്റ് കുത്ത് ഡാൻസ് നമ്പറാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കാം. ട്രെൻഡിങ് ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമ ഇഷ്ടത്തിന് വേണ്ടി സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.